ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു മുട്ടക്കറി ആയാലോ. അപ്പം ഞാൻ അതിനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ലേശം ഉപ്പും കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുപ്പ് സിമ്മിൽ വെക്കണം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടിയും പൊടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4 സൈഡും കൂടെ കീറിയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഈ എരിവും ഉപ്പും എരിവും എല്ലാം മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മാക്സിമം ഇങ്ങനെയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്തേ ഉള്ളൂ. പിന്നെ നന്നായിട്ടെല്ലാം നല്ല ഇതുപോലെ വരുന്ന സമയത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് മാത്രം അതേ എണ്ണ ഉപയോഗിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടുള്ള ഇളക്കി വന്നിട്ട് അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമ്മൾ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഉള്ളിയാണ് ഇതിൽ മെയിൻ ടേസ്റ്റ് മുട്ടക്കറിക്ക്. ഞാൻ മാക്സിമം അങ്ങനെയാണല്ലോ, മുട്ടക്കറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, അതാണല്ലോ അതിൻ്റെ കറക്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുട്ട മസാല ഉണ്ടല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. വെള്ളം ഒഴിക്കാൻ ഞാൻ മറന്നുപോയി. നിങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ എനിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നന്നായി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടച്ച് വെച്ച് 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.